വേനൽക്കാലമാണ്, പൊള്ളും വെയിലാണ്. കൊടും ചൂടിൽ വിയർത്തൊലിക്കുമ്പോൾ ഒരു തണ്ണിമത്തൻ കഷ്ണം കഴിക്കാൻ കിട്ടിയാലുള്ള ആശ്വാസം ചില്ലറയല്ല. അത് വാട്ടർമെലൻ ജ്യൂസ് ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അല്ലെങ്കിൽ മഴയോ വെയിലോ ചൂടോ തണുപ്പോ എന്നില്ല, തണ്ണിമത്തൻ ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളത്? മധുരം മൂർന്ന ഒരു തണ്ണിമത്തൻ കഴിച്ചാലുള്ള സുഖം ഒന്ന് വേറെ തന്നെയാണ്. അത്രയും ജനപ്രിയമായ പഴമാണെങ്കിലും ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന തണ്ണിമത്തനെ അത്ര വിശ്വസിച്ച് കഴിക്കാൻ കൊള്ളില്ല എന്നൊരു പ്രചാരണം ഇപ്പോൾ നാട്ടുകാർക്കിടയിൽ ശക്തമാണ്. നിറവും മധുരവും കൂട്ടാൻ മായം കലർത്തുന്നു, കൃത്രിമ മരുന്നുകൾ അടിക്കുന്നു എന്നൊക്കെയാണ് പ്രചാരണങ്ങൾ. അതിലെത്ര ശരിയുണ്ടെന്ന് ഒന്ന് പരിശോധിക്കാം. മരുന്നടിച്ച തണ്ണിമത്തനെ എങ്ങനെ തിരിച്ചറിയാനാകും എന്നും നോക്കാം. തണ്ണിമത്തനിൽ കൃത്രിമ നിറങ്ങൾ ചേർക്കുന്നതായുള്ള ആരോപണങ്ങളെ ശരിവെക്കുന്ന തരത്തിലൊരു വാർത്ത അടുത്തിടെ തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. തമിഴ്നാട് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാനത്ത് നടത്തിയ റെയ്ഡുകളിൽ 2000 കിലോയിലേറെ ഭാരം വരുന്ന നിലവാരമില്ലാത്ത തണ്ണിമത്തൻ പിടിച്ചെടുത്ത് നശിപ്പിച്ചു എന്നായിരുന്നു ആ വാർത്ത. തിരുപ്പൂരിലായിരുന്നു വ്യാപകമായി ഇത്തരത്തിലുള്ള തണ്ണിമത്തനുകൾ പിടിയിലായത്. സംഭവം അവിടെ വലിയ കോലാഹലമാവുകയും ചെയ്തു. വലിയ തോതിൽ തമിഴ്നാട്ടിൽ നിന്ന് തണ്ണിമത്തൻ ഇറക്കുമതി ചെയ്യുന്ന കേരളത്തിനും വലിയ ആശങ്കയുടെ വാർത്തയായിരുന്നു അത്. എന്നാൽ തണ്ണിമത്തനിൽ കൃത്രിമം ചേർത്തതായുള്ള വാർത്തകൾ പിന്നീട് തമിഴ്നാട് സംസ്ഥാന സർക്കാർ തന്നെ നിഷേധിച്ചു. ലാബ് പരിശോധനയിൽ മായം ചേർത്തതായി കണ്ടെത്താനായിട്ടില്ലെന്നാണ് തമിഴ്നാട് ഹോർട്ടികൾച്ചറൽ ആൻഡ് പ്ലാന്റേഷൻ ക്രോപ്സ് വകുപ്പ് മദ്രാസ് ഹൈക്കോടതിയെ അറിയിച്ചത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ റെയ്ഡിനെതിരെ ചെങ്കൽപ്പേട്ട് ഫാമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് എം വെങ്കിടേഷ് സമർപ്പിച്ച ഹർജിയിലായിരുന്നു സർക്കാരിന്റെ വിശദീകരണം. നിറവും മധുരവും കൂട്ടാൻ വേണ്ടി പഴത്തിൽ കെമിക്കൽ കുത്തിവെക്കുന്നുവെന്ന വ്യാജ പ്രചാരണത്തിന് ശക്തി പകരുകയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ചെയ്തതെന്നാണ് ഹർജിക്കാരൻ വാദിച്ചത്. പൊതുജനങ്ങൾക്കിടയിൽ തണ്ണിമത്തനെക്കുറിച്ച് അനാവശ്യമായ ആശങ്ക സൃഷ്ടിക്കാനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നടപടി കാരണമായെന്ന് ഹർജിയിൽ അദ്ദേഹം ആരോപിച്ചു. അന്വേഷണത്തിൽ കൃത്രിമമില്ലെന്ന് തെളിഞ്ഞതോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓഫീസർ ഡോക്ടർ പി സതീഷ് കുമാറിനെ സർക്കാർ സ്ഥലം മാറ്റി. തമിഴ്നാട്ടിലെ സംഭവത്തിന്റെ വസ്തുത എന്തുതന്നെയായാലും വിപണിയിൽ ലഭിക്കുന്ന തണ്ണിമത്തനുകൾ 100-ൽ 110% നാച്ചുറൽ ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാകില്ല. അപ്പോൾ തണ്ണിമത്തനിൽ മായം ചേർക്കുന്നതും കൃത്രിമം കാണിക്കുന്നതും എങ്ങനെ തിരിച്ചറിയാമെന്ന് പറയാം. തണ്ണിമത്തന്റെ ഗുണനിലവാരം ഉപയോക്താക്കൾക്ക് തന്നെ പരിശോധിക്കാൻ ചില വിദ്യകളുണ്ട്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ FSSAI സജസ്റ്റ് ചെയ്യുന്ന വിദ്യകളാണിത്. തണ്ണിമത്തൻ കഷ്ണങ്ങളാക്കി നുറുക്കിയ ശേഷം 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് നോക്കിയാൽ മതി. കൃത്രിമ നിറം വേറിട്ട് നിൽക്കുന്നത് കാണാമെന്നാണ് ഫുഡ് സേഫ്റ്റി വകുപ്പ് പറയുന്നത്. ഫുഡ് സേഫ്റ്റി അതോറിറ്റി നിർദ്ദേശിക്കുന്ന മറ്റൊരു വഴി കൂടിയുണ്ട്. തണ്ണിമത്തൻ പാതി മുറിച്ച ശേഷം അകത്തെ ഭാഗം ഒരു കോട്ടൺ തുണിയിൽ ഉരയ്ക്കുക. ഉരച്ചു നോക്കിയിട്ടും തുണിയുടെ നിറം മാറുന്നില്ലെങ്കിൽ ഉറപ്പിച്ചോളൂ, ഒരു മായവും ചേർക്കാത്ത ശുദ്ധ തണ്ണിമത്തനാണത്. അതല്ല, കോട്ടൺ ചുവന്ന നിറത്തിലേക്ക് മാറുകയാണെങ്കിൽ കെമിക്കലുകൾ ചേർത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. ഇനി ഒരു വെള്ള പേപ്പറിലോ ടിഷ്യൂ പേപ്പറിലോ ഉരച്ചു നോക്കിയാലും ഇത് തന്നെയായിരിക്കും റിസൾട്ട്. ഏതായാലും ഒറിജിനൽ തണ്ണിമത്തനാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ അതിന്റെ ഗുണം വേറെ തന്നെയാണ്. നിർജ്ജലീകരണം തടയാൻ മാത്രമല്ല, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും 1-ാം നമ്പറാണ് വാട്ടർമെലൻ. ഇരുമ്പ് ധാരാളം ഉള്ളതിനാൽ രക്തക്കുറവ് നേരിടുന്ന അനീമിയ രോഗികൾക്ക് ഇത് അത്യുത്തമമാണ്. ചുവപ്പ് ഭാഗത്തിനാണ് രുചി ഏറെയെങ്കിലും തൊലിയോട് ചേർന്ന ഇളം പച്ച നിറത്തിലുള്ള ഭാഗവും മോശമല്ല. പോഷക ലഭ്യതയ്ക്ക് അത് നല്ലതാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. കലോറി കുറഞ്ഞ പഴമായതിനാൽ അമിതവണ്ണമുള്ളവർക്കും ഇത് ഉപയോഗിക്കാം. എന്നാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കാൻ ഇടയുള്ളതിനാൽ പ്രമേഹ രോഗികൾ അല്പം ശ്രദ്ധിക്കണം.